ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ ഫെബ്രുവരി 2-ാം തീയതി നടക്കാനിരിക്കുന്ന സെറ്റ് എക്സാമിന് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ സെക്ഷൻസ് യൂട്യൂബിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നല്ല വിജയം നേടുക. നമുക്ക് നമ്മളുടെ സിലബസിൽ യൂണിറ്റ് 3-ലാണ് കറണ്ട് അഫെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ 1-ൽ പറയുന്നുണ്ട് ടെക്നോളജി, അതായത് ടെക്നോളജി ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ്, ഡിസ്കവറീസ്. മൊഡ്യൂൾ 2-ൽ നമ്മൾ കാണേണ്ടത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, മൂവ്മെൻറ്റ്സ്, ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻ, അത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും. മൊഡ്യൂൾ 3-ൽ വരുന്ന UN-ഉം ആൻഡ് ഗ്ലോബൽ അഫെയർസും. മൊഡ്യൂൾ 4-ൽ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച്, സ്കോളർഷിപ്പ് ആൻഡ് ന്യൂ ഇനിഷ്യേറ്റീവ്സ്, അത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ വരുന്നതുണ്ട്. മൊഡ്യൂൾ 5-ൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ് ആൻഡ് റീസൺ ലെജിസ്ലേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. മൊഡ്യൂൾ 6-ൽ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്, പേഴ്സൺസ്, അവാർഡ്സ്. മൊഡ്യൂൾ 7-ൽ സ്പോർട്സ്, ഗെയിംസും. മൊഡ്യൂൾ 8-ൽ വരുന്നത് കൾച്ചർ, അതായത് അതിനകത്ത് വരുന്നത് ഫിലിംസ്, ലിറ്ററേച്ചർ, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ്, ഇതെല്ലാം കവർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഏകദേശം ഇതേ മോഡൽ തന്നെയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് കൂടുതലും കയറി വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പം നമ്മളുടെ ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം ഹൈംസ് അക്കാഡമി കൃത്യമായിട്ട് ഓരോ മാസവും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള രീതിയിൽ കറണ്ട് അഫെയർസ് കൊടുത്തിരുന്നു. ദെൻ അതിൻ്റെ റിവിഷൻ, അതിൻ്റെ ലൈവ് സെക്ഷൻസ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു ഷോർട്ട് റിവിഷനും കൂടി അവർക്ക് ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ കൃത്യമായിട്ട് അവരെ സംബന്ധിച്ചോളം അവരത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് തന്നെയാണ് പൂർത്തിയാക്കിയാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ യൂട്യൂബിലൂടെ തന്നെ എടുക്കുന്നതായിരിക്കും. അപ്പം ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ന്യൂ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. എപ്പോഴും പുതിയ അപ്പോയിന്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ഏരിയയിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്താണ് ശരിക്കും ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്? അതായത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞ് കുണ്ടു സഞ്ജയ് മൂർത്തിയാണ്. കുണ്ടു സഞ്ജയ് മൂർത്തി, ഓർത്തു വെക്കാൻ എളുപ്പമുള്ള പേരല്ലേ, കുണ്ടു സഞ്ജയ് മൂർത്തി. അദ്ദേഹമാണ് ന്യൂ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇനി ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 148 to 151 ആണ്. ഇതൊരു ഇന്ത്യയിൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ന്യൂ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കുണ്ടു സഞ്ജയ് മൂർത്തിയാണ്. അത് നമുക്കറിയാം, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഓൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 148 to 151 ആണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, what is the rank of India in Climate Change Performance Index 2024? ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്നത് ഓരോ വർഷവും അത് പുറത്തുവിടുന്നത് ജർമ്മൻ വാച്ച്, ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ആണ്. അത് പുറത്തു വെക്കാം. ജർമ്മൻ വാച്ച്, ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ആണ്. ഇത്തവണ ആദ്യത്തെ 3 റാങ്ക് MD ആണ്. കാരണം ഒരു രാജ്യങ്ങളും അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് അത് ഫോളോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ അത് പെർഫോം ചെയ്തിട്ടില്ല. സോ 3 സ്ഥാനങ്ങളിൽ ഒരു രാജ്യങ്ങളും വന്നിട്ടില്ല. 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡെൻമാർക്കാണ്. 5-ാമത് നെതർലൻഡ് ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 10th റാങ്ക് ആണ് ഓർത്തു വെക്കുക. ഏറ്റവും വേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ വന്നിരിക്കുന്നത് ഇറാനാണ്. നെക്സ്റ്റ് വൺ, വിച്ച് കൺട്രി ഹോസ്റ്റഡ് 16th ബ്രിക്സ് സബ്മിറ്റ് 2024? 16ാമത് ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത് നടന്നത് ഏത് രാജ്യത്താണെന്നുള്ളതാണ്? റഷ്യയിലാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നിങ്ങളുടെ സബ്മിറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിക്സ് സമ്മിറ്റ് നടന്നത് റഷ്യയിലാണ് എന്നോർത്ത് വെക്കാം. ബ്രിക്സ് ഒക്കെ നമ്മുടെ ഒരു സ്ഥിരം സാന്നിധ്യമായതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ഫെയർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഇത്തവണത്തെ തീം. അതായത് 2024 ബ്രിക്സ് സമ്മിറ്റിന്റെ തീം സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ഫെയർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഇത് ഹോസ്റ്റ് ചെയ്ത സിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, റഷ്യയിലെ കസാനിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും ചെയർമാൻ? റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനാണ് അതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത്. ദെൻ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നരേന്ദ്രമോദിയാണ് പങ്കെടുത്തത്. ഇത്തവണത്തെ ഒരു ബ്രിക്സ് സബ്മിറ്റിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഔട്ട്കം ആണ് ബ്രിക്സ് പേ എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് മെമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എ പേയ്മെന്റ് സിസ്റ്റം നെയിംഡ് ബ്രിക്സ് പേ. നെക്സ്റ്റ്, ഹു വാസ് നെയിംഡ് ദ പ്ലെയർ ഓഫ് ദ ഇയർ ഇൻ ഹോക്കി ഫോർ 2024? 2024 പ്ലെയർ ഓഫ് ദ ഇയർ ഇൻ ഹോക്കി മെൻ ആരാണ്? ഹർമൻ പ്രീത് സിംഗ് ആണ്. ഓർത്തുവെക്കുക, ഹർമൻ പ്രീത് സിംഗ് ആണ് മെൻ വിഭാഗത്തിൽ പ്ലെയർ ഓഫ് ദ ഇയർ. ഇനി നമുക്ക് ഒന്ന് ഓർത്തു വെക്കാം,
അത് ഹോക്കി ഈ ഒരു സ്റ്റാർ അവാർഡ് നടന്നത് ഒമാനിലെ മസ്കറ്റിൽ വെച്ചിട്ടാണ്. മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ആണ് ഹർമൻപ്രീത് സിംഗ് ഇന്ത്യയിൽ നിന്നുള്ള. ദെൻ വുമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഇബി ജാൻസൺ ആണ്, നെതർലാൻഡുകാരിയാണ്. മെൻസ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് PR ശ്രീജേഷ് ആണ്, നമ്മുടെ ഇന്ത്യക്കാരൻ തന്നെ. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ആണെങ്കിൽ ഹർമൻപ്രീത് സിംഗും മെൻസ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ ആണെങ്കിൽ PR ശ്രീജേഷും ആണ്. രണ്ടും ഇന്ത്യക്കാരാണെന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ഹു ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് എ ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് ഇന്റർപോൾ. ഇന്റർപോൾ എന്താണ്? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ആണ്. അത് ഫൗണ്ട് ചെയ്ത് 1923 സ്ഥാപിതമായതാണ്. എവിടെ? ഫ്രാൻസിലെ ലിയോണിൽ. അതാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ നിലവിലുള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത് അഹമ്മദ് നാസിർ അൽ റൈസിയാണ്. ദെൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് ന്യൂസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ന്യൂ സെക്രട്ടറി ജനറൽ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വാൾസി ഉർക്യുസയാണ് ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് ഇന്റർപോൾ. Next, which country won the 2024 Women's Asian Championship trophy in hockey? ഹോക്കിയിൽ അത്യാവശ്യം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഇൻ 2024 ആർക്കാണ് അത് നേടിയിരിക്കുന്നത്? ഇന്ത്യയാണ്. ചൈനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. നടന്നത് ബീഹാറിലെ രാജ്ഗറിൽ വെച്ചിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നതെന്ന് ഓർത്ത് വെക്കാം. അതിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ദീപികയാണ്. ദീപിക വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഇൻ ഹോക്കിയിൽ ബെസ്റ്റ് പ്ലെയർ ആരാണ്? ദീപിക ഫ്രം ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹോസ്റ്റഡ് G20 സബ്മിറ്റ് 2024? അത് ഓർത്തുവെക്കുക. ബ്രിക്സ് ഓർത്തു വെച്ചാണ് എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു. എന്നാൽ G20 സബ്മിറ്റ് 2004 നടക്കുന്നത് ബ്രസീലിലാണ്. G20 റിയോ സബ്മിറ്റ് നടന്നത് എവിടെയാണ്? ബ്രസീലിലാണ് നടന്നത്. ദെൻ എത്രാമത്തെ എഡിഷൻ ആണെന്ന് വെച്ചാൽ 19ാമത്തെ സബ്മിറ്റ് ആണിത്. 19ാമത്തെ G20 സബ്മിറ്റ് ആണ് ഈ 2024 നടന്നത്. അത് ഹോസ്റ്റ് ചെയ്ത് ഓർത്തുവെക്കുക റിയോഡോ ജനീറോ, ബ്രസീലിലെ റിയോഡോ ജനീറോയിലാണ്. ദെൻ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 18 മുതൽ 19 വരെയായിരുന്നു. അതിന്റെ ചെയർമാൻ ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ, പ്രസിഡന്റ് ഓഫ് ബ്രസീൽ. ദെൻ ഇതിനൊരു തീമും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, നല്ലതായിരിക്കും. എന്താണ്? ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നുള്ളതാണ്. ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നുള്ളതാണ് തീം ഓഫ് G20 റിയോ സബ്മിറ്റ്. ഇനി G20 സബ്മിറ്റ് 2024 G20 സബ്മിറ്റിന്റെ 3 അജണ്ടകളുണ്ട്. എന്ന് വെച്ചാൽ സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് ഹങ്കർ. എന്താണ്? സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഹങ്കർ. ദെൻ എനർജി ട്രാൻസിഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇറ്റ് സോഷ്യൽ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്. റീഫോം ഓഫ് ദ ഗ്ലോബൽ ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. 3 അജണ്ടകൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് അതല്ലാത്ത ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 മെയിൻ അജണ്ടകൾ സോഷ്യൽ ഇൻക്ലൂഷൻ ഓർത്ത് വെക്കാം, എനർജി ട്രാൻസിഷൻ, റീഫോം ഓഫ് ദ ഗ്ലോബൽ ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. G20 എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം G21 21 രാജ്യങ്ങൾ അതിനകത്തുണ്ട്, അല്ലെങ്കിൽ 21 ഗ്രൂപ്പുകളുണ്ട്. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും പ്ലസ് ആഫ്രിക്കൻ യൂണിയനും കൂടെ ചേരുന്നതാണ് ഇപ്പോൾ ഈ G21 എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, G21 ഗ്രൂപ്പ് ഓഫ് 21 കൺട്രീസ് ആണ്. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ദെൻ അതിനോടൊപ്പം ആഫ്രിക്കൻ യൂണിയനും കൂടെ ചേർന്നതാണ് G21. അത് ഫൗണ്ട് ചെയ്തത് 1999 അന്ന് മുതലേ ഇന്ത്യ അതിലെ മെമ്പറാണ്. നമ്മൾ പറഞ്ഞു ഇപ്പം 2024 ഈ പറയുന്ന നമ്മളുടെ G20 സബ്മിറ്റ് നടന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. 2025 നടക്കാൻ പോകുന്ന സൗത്ത് ആഫ്രിക്കയിലാണ്. 2023 18ാമത്തെ എഡിഷൻ എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു എന്നും കൂടെ ഓർത്തു വെക്കാം. നെക്സ്റ്റ്, ഹു ഹാസ് ബീൻ ക്രൗൺ ആസ് മിസ് യൂണിവേഴ്സ് 2024? മിസ് യൂണിവേഴ്സ് 2024 കിരീടം ചൂടിയത് ആരാണ്? വിക്ടോറിയ കജർ തേൽവിക് ആണ്. വിക്ടോറിയ, ആ പേരോർത്ത് വെക്കാം. മിസ് യൂണിവേഴ്സ് 2024 ആണ് വിക്ടറി. മിസ് യൂണിവേഴ്സ് വിക്ടറി. ഓക്കെ, ഇനി ഇത് 73ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരമാണ് ശരിക്കും നടന്നത്. മെക്സിക്കോ സിറ്റിയിൽ വെച്ചാണ് നടന്നത്. ഇതിന്റെ വിന്നറായത് നമ്മൾ പറഞ്ഞു വിക്ടോറിയ ആണ്. അവർ ശരിക്കും ഡെൻമാർക്കുകാരിയാണ്. ആദ്യത്തെ ഡെൻമാർക്കിൽ നിന്നുള്ള മിസ് യൂണിവേഴ്സ് ആണ് ഈ വിക്ടോറിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് റണ്ണറപ്പ് ആയത് ചിദിമ്മ അദസ്തീന എന്ന് പറയുന്ന നൈജീരിയക്കാരിയാണ്. സെക്കൻഡ് റണ്ണറപ്പ് എന്ന് പറഞ്ഞാൽ മരിയ ഫെർണാണ്ടയാണ് ഫ്രം മെക്സിക്കോ. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. മെക്സിക്കോയിൽ നടന്നു. വിന്നർ വിക്ടോറിയ, ദെൻ ഫസ്റ്റ് റണ്ണറപ്പ് ചിദിമ്മ, ദെൻ സെക്കൻഡ് റണ്ണറപ്പ് മരിയ. നെക്സ്റ്റ്, ഹു ഹാസ് വൺ ബുക്കർ പ്രൈസ് 2024? 2024 ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? സാമന്ത ഹാർവേ. ഓർത്തുവെക്കാം,
ഓർബിറ്റൽ എന്ന് പറയുന്ന അവരുടെ നോവലിനാണ് ഈ പറയുന്ന സാമന്ത ഹാർവേക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബുക്കർ പ്രൈസ് 2024 സാമന്ത ഹാർവേ ഏത് നോവലിനാണ്? ഓർബിറ്റൽ എന്ന് പറയുന്ന അവരുടെ നോവലിനാണ്. ഇനി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 അതാർക്കാണ്? ജെന്നി എർപ്പൻബക്കിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ബുക്കർ പ്രൈസ് 2024 സാമന്ത ഹാർവേ അവരുടെ നോവൽ ഏതാണ്? ഓർബിറ്റലുമാണ്. നെക്സ്റ്റ്, വിച്ച് കൺട്രി ഹോസ്റ്റഡ് COP29 ഇന്റർനാഷണൽ ക്ലൈമറ്റ് കോൺഫറൻസ്? അത് അസർബൈജാൻ ആണ് ആൻസർ. പക്ഷെ അതിനോടൊപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ഓർത്തു വെക്കാം. അതായത് എന്താണ് ശരിക്കും COP29 എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് ഓഫ് ദ UNFCC. എന്താ UNFCC എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിക്കേണ്ടതാണ് UNFCC. കാരണം യുഎനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UNFCCയുടെ ഫുൾ ഫോം അല്ലെങ്കിൽ അബ്രിവേഷൻ ഓർത്ത് വെക്കുക. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് UNFCC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പാർട്ടീസ് നടത്തുന്ന ഒരു കോൺഫറൻസ് ആണ് യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് COP29 എന്ന പേരിലാണ്. വലിയ പേരായതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ടായിട്ട് COP29 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ 29ാമത്തെ UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടന്നത് അസർബൈജാനിലാണെന്ന് ഓർത്ത് വെക്കുക. അതും നവംബറിലാണ് നടന്നത്. അസർബൈജാനിൽ വെച്ചാണ് നടന്നതെന്ന് ഓർത്ത് വെക്കാം. Next, the Global Biofuel Alliance has recently signed an agreement to set up its headquarters in which country? ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് ഏത് രാജ്യത്ത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കാനുള്ള എഗ്രിമെന്റിലാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത്? ഇന്ത്യയിലാണ്. ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിതമാകാനായിട്ടുള്ള എഗ്രിമെന്റിൽ ഒപ്പുവച്ചിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്. Next, which country signed an agreement with ISRO to support the Gaganyaan mission? ഗഗൻയാൻ മിഷൻ നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് മിഷൻ ആണ്. അത് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഡേറ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് 2026 ബൈ ISRO. ഇന്ത്യ 4 മെയിൽ ആസ്ട്രോണോട്സിനെയും ഒരു ഫീമെയിൽ റോബോട്ടിനെയാണ് ഇതിൽ സെൻഡ് ചെയ്യുന്നത്. 4 മെയിൽ ആസ്ട്രോണോട്ട് നമുക്കറിയാം, കാരണം അത് നമ്മളുടെ ന്യൂസിലേക്ക് ലെനയുടെ ഹസ്ബൻഡൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ന്യൂസിലേക്ക് ഒത്തിരി വന്ന ഒരു ഇതാണ്. അതായത് P. ബാലകൃഷ്ണൻ നായർ, അതായത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ ആൻഡ് അങ്കദ് പ്രതാപ്. ഇത് 3 പേരും ഗ്രൂപ്പ് ക്യാപ്റ്റൻസ് ആണ്. ഇതുകൂടാതെ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന വിംഗ് കമാൻഡറുകൾ കൂടി 4 പേരാണ് പോകുന്നത്. ദെൻ 5ാമത് ഒരു ഫീമെയിൽ റോബോട്ട് ഉണ്ട്, വ്യോം മിത്ര. ഇത്രയും പേരാണ് ഇതിനകത്ത് ഈ ഒരു ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് മിഷൻ ആയിട്ടുള്ള ഗഗയാനിൽ യാത്ര ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റനിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ISRO ഏത് രാജ്യവുമായിട്ടാണ് ഗഗയാൻ മിഷൻ സപ്പോർട്ടിന് വേണ്ടി എഗ്രി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സൈൻ ചെയ്തിരിക്കുന്നത്? ഓസ്ട്രേലിയയാണ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്, ഓസ്ട്രേലിയ. Next one, which legendary folk singer known as the Bihar Kogila passed away at the age of 72? 72ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ബീഹാർ കോകില എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസ നാടോടി ഗായിക ആരാണ് എന്ന് ചോദിച്ചാൽ ശാരദാ സിൻഹയാണ്. ശാരദാ സിൻഹ ഓർത്തു വെക്കുക. ബീഹാർ കോകില എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് സിംഗർ ആണ് ശാരദാ സിൻഹ. അവർ ഈ നവംബർ മാസം തന്റെ 72ാമത്തെ വയസ്സിൽ മരിച്ചു. ഇനി 2ാമതൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ഓർത്തു വെക്കാം. വിത്ത് സിറ്റി ഇൻ ഇന്ത്യ ഹാസ് അൺവെയിൽഡ് ഫസ്റ്റ് മോഡേൺ സെൽഫ് സഫിഷ്യന്റ് ഗൗശാല വിത്ത് എ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്. എന്താണ്? പശു വളർത്തുന്ന സ്ഥലം. അതായത് ആദ്യത്തെ മോഡേൺ ആൻഡ് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള പശു വളർത്തൽ കേന്ദ്രം വിത്ത് കംപ്രസ്ഡ് ബയോഗ്യാസും കൂടെ ഉണ്ട്. അതായത് കൗഡങ് യൂസ് ചെയ്തിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പം ആ കംപ്രസ്ഡ് ബയോഗ്യാസും കൂടെ കൂടിയിട്ടുള്ള അത് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് വെച്ചാൽ ഗ്വാളിയാറിലാണ് അൺവെയിൽ ചെയ്തിരിക്കുന്നത്. ഗ്വാളിയോർ അത് അൺവെയിൽ ചെയ്തത് ശരിക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ആ ഒരു ക്വസ്റ്റൻ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അതിനൊരു തീം പോലെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് ടു വെൽത്ത് എന്ന് പറയുന്ന ഒരു തീം പോലെയൊക്കെ അതിന് പറയുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. Next, what is the rank of India in Global Nature Conservation Index 2024? Global Nature Conservation Index 2024 ഇന്ത്യയുടെ റാങ്ക് എത്രാമത്തേതാണ്? 176ാമത്തെ റാങ്ക് മാത്രമാണ് ഇന്ത്യക്ക്. ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് പുറത്തിറക്കുന്നത് എപ്പോഴും ഗോൾഡ്മാൻ സോണൻ ഫെൽട്ട് സ്കൂൾ ഓഫ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അവരുടെ റാങ്കിംഗ് പ്രകാരം ഇന്ത്യ 176ാമത്തെ റാങ്കിലാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് കൺട്രി എന്ന് പറയുന്നത് ലക്സംബർഗ് ആണ്. ദെൻ 2ാമത് എസ്തോണിയ. ഇത് 2 രാജ്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം.
നമ്മുടെ ഫെബ്രുവരി 2 നടക്കുന്ന എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാക്സിമം ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയ തന്നെയാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ സ്കോർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒത്തിരി വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നേ കഴിഞ്ഞും നിങ്ങൾ ഇപ്പോൾ PG കഴിഞ്ഞവരോ അല്ലെങ്കിൽ അതുപോലെ തന്നെ BEd ചെയ്തുകൊണ്ടിരിക്കുന്നവരോ കഴിഞ്ഞവരോ ഒക്കെ ആയവർ സെറ്റ് നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളുടെ സബ്ജക്ട് വൈസ് നമുക്ക് നല്ലൊരു നോളജ് ആ ടൈമിൽ നമുക്ക് ഉണ്ടാവും. കാരണം +2 ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ സെറ്റിന് വേണ്ടി വരുന്നത്. അപ്പം നമുക്കറിയാം സെറ്റ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ പേപ്പറും പാസ്സാവണം, സബ്ജക്ട് പേപ്പറും ഒരുപോലെ പാസ്സായെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സെറ്റ് നമുക്ക് നേടിയെടുക്കാണ്ട് വരുന്നത്. അതുകൊണ്ട് ആ PG കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു BEd ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക, നിങ്ങൾ സെറ്റിന് വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് പേപ്പർ 1 ഡിഫിക്കൽട്ട് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈംസ് അക്കാഡമിയുടെ ഒരു 6 months കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ പഠിച്ച് കൃത്യതയോടുകൂടി തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി കൊമേഴ്സുകാരെ സംബന്ധിച്ചോളം നല്ലൊരു അവസരമുണ്ട്. കൊമേഴ്സിന് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത രീതിയിൽ ഇനി നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ പോലും നിങ്ങൾ ഭയമാണെങ്കിൽ അത്രയും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ +2 തൊട്ട് PG വരെ പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ നമുക്കിത് പഠിക്കാനായിട്ട് പറ്റും. വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിലെ ഒരു 6 months കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇരട്ടി ഗുണം കിട്ടുന്ന രീതിയിലാണ് ഇത്. ഇന്ന് ശരിക്കും നമുക്ക് നിലവിൽ കേരളത്തിൽ ലഭ്യമായ ക്ലാസ്സുകളിൽ പലയിടത്തുനിന്നും ജോയിൻ ചെയ്തിട്ട് വന്ന കുട്ടികൾ തന്നെയാണ് പറയുന്നത്. ഇന്ന് നിലവിൽ നമുക്ക് ലഭ്യമായ സെറ്റിന്റെ എക്സാമിന്റെ പേപ്പർ 1ന്റെയും കൊമേഴ്സിന്റെയും ക്ലാസ്സുകൾ ഏറ്റവും മികച്ച ക്ലാസ്സാണ് നമ്മൾ ഹൈംസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം കൂടുതൽ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. കൂടുതൽ ഇൻഫർമേഷൻ